അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ലാഹിർ എന്നത്. പ്രത്യക്ഷനായവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ ഒരു തവണയാണ് ഈ ഇസ്മ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 1106 പകൽ വെളിച്ചം പോലെ വെളിവായ വ്യക്തമായ തെളിവുകളെ കൊണ്ട് റബ്ബായവനാണ് അള്ളാഹു. സർവവസ്തുക്കളുടെയും ഇലാഹാണ്, റബ്ബാണ് അള്ളാഹു എന്നത് വളരെ വ്യക്തമായതാണ്. സർവവസ്തുക്കളുടെയും ബാഹ്യവും ആന്തരികവുമായ ലാഹിറും ബാത്തിനുമായ സർവ അവസ്ഥകളെയും അറിയുന്നവനാണ് അള്ളാഹു. മറഞ്ഞു കടന്നിരുന്ന പല വസ്തുക്കളെയും വെളിവാക്കിയവനാണ് അള്ളാഹു. ഈ രൂപത്തിലൊക്കെ ലാഹിർ എന്നതിന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ലാഹിർ എന്ന ഇസ്മ് ലുഹൂർ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ലുഹൂർ എന്ന പദം ചിലപ്പോൾ മേലെയാവുക, ഉന്നതിയിലെത്തുക, ജയിച്ചടക്കുക എന്നീ അർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അള്ളാഹു സർവവസ്തുക്കളുടെയും മുകളിൽ വെളിവായവനാണ്. സർവവസ്തുക്കളെക്കാളും ഉന്നതി ഉള്ളവനാണ്. സർവവസ്തുക്കളെയും ജയിച്ചടക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ മുകളിൽ മറ്റൊരു വസ്തുവും ഇല്ല. ഈ രൂപത്തിലുള്ള അർത്ഥമായിരിക്കും അപ്പോൾ ലാഹിർ എന്നതിന് ഉണ്ടാവുക. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് അവനാണ് ലാഹിർ, പ്രത്യക്ഷനായവൻ എന്ന തിരിച്ചറിവിലേക്ക് എത്തിയാൽ പിന്നെ അള്ളാഹുവിൻ്റെ മേലിൽ ഒരു കാര്യം കൊണ്ടും അവൻ തെളിവ് തേടുകയില്ല. ഈ ലോകത്തിന് സൃഷ്ടാവുണ്ടോ? ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവ് ആരാണ് എന്ന നിലയിൽ തെളിവുകളിലേക്ക് ഒരിക്കലും അവൻ പോവുകയില്ല. കാരണം ഇവിടെ വെളിവായവൻ അള്ളാഹു മാത്രമാണെന്ന തിരിച്ചറിവ് അവന് ലഭിച്ചു. സർവകാര്യങ്ങളെയും അവൻ അള്ളാഹുവിലേക്ക് മടക്കും. ഇവിടെ വെളിവായത്, പ്രത്യക്ഷമായത് അത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും അള്ളാഹുവിലേക്കാണ് മടക്കേണ്ടത് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ അവൻ എത്തുന്നു. ലാഹിർ എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പറഞ്ഞു, മുഷാഹദയിലായിട്ട് ഉബൂദിയത്ത് ഉണ്ടാവുക. ലാ മഷ്ഹൂദ ഇല്ലല്ലാ, അള്ളാഹുവിനെ അല്ലാതെ ഇവിടെ കാണപ്പെടുന്നില്ല. എവിടെ നോക്കിയാലും അള്ളാഹുവിനെ മാത്രമാണ് കാണുന്നത്. അള്ളാഹു മാത്രമാണ് വെളിവായിട്ട് നിൽക്കുന്നത്. ആ ലാഹിറായ പ്രത്യക്ഷനായ റബ്ബിൻ്റെ അടിമയാണ് താൻ എന്ന ആ ഒരു തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തലാണ് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ. ഉബൂദിയത്ത് 2 രൂപത്തിലാണ് ആളുകളിൽ ഉണ്ടാകാറുള്ളത്. ചില ആളുകൾ ദുനിയാവിൻ്റെ അടിമകളായി മാറുന്നു. അപ്പോൾ അവൻ്റെ ചിന്തയും അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഒക്കെ ദുനിയാവിന് വേണ്ടിയായിരിക്കും. ദുനിയാവിലേക്കായിരിക്കും അവൻ്റെ അത്യാഗ്രഹം മുഴുവൻ. നേരെ മറിച്ച്
ആവുക എന്നൊരവസ്ഥയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ ചിന്ത എപ്പോഴും അള്ളാഹുവിലേക്കായിരിക്കും. അവൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് അവനെ ചേർക്കുന്ന പ്രവർത്തനങ്ങളായി മാറും. അപ്പം ഈ ഒരവസ്ഥ ഉണ്ടാകലാണ് ലാഹിറിൽ തന്നെ ആ ഒരു ഉബൂദിയത്ത് അവനിൽ പ്രകടമാകലാണ് ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അവൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അവൻ ഇവിടെ നിന്ന് മരിച്ചാലും നിലനിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ അവൻ കൂടുതൽ ഗൗനിക്കും. അവൻ്റെ മരണത്തോടുകൂടെ നിന്നു പോകുന്ന കർമ്മങ്ങളിൽ അവൻ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ അവൻ മരിച്ചാലും ഇവിടെ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ വ്യാപൃതനാകാൻ അവനെ പ്രേരിപ്പിക്കും. ലാഹിർ എന്ന ഇസ്മുമായിട്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് മഹത്തുക്കൾ പഠിപ്പിച്ചു. നിന്നിലുള്ള പ്രത്യേകതകളെ നിന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നീ ഇഷ്ടപ്പെടുന്നവർക്കും വെളിവാക്കുക. നിന്നെ പിന്തുടരുന്ന, നിന്നെ മാതൃകയാക്കുന്ന ആളുകൾക്കിടയിൽ നിന്റെ നല്ലതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വെളിവാക്കുമ്പോൾ തീർച്ചയായും നിന്നെ മാതൃകയാക്കുന്നവർ ആ നന്മകളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ പകർത്തും. അപ്പം അതുകൊണ്ട് ലാഹിർ എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പഠിക്കാനും പകർത്താനും മനസ്സിലാക്കാനും പറ്റുന്ന രൂപത്തിൽ നീ നന്മകൾ വെളിവാക്കുക. അതുപോലെ തന്നെ നിന്റെ ലാഹിറും നിന്റെ ബാത്തിനും നീ നന്നാക്കുക. നിന്റെ പ്രത്യക്ഷ ജീവിതവും രഹസ്യമായ ജീവിതവുമെല്ലാം നീ നന്നാക്കുക. ഏതെല്ലാം നന്മകളുടെ മേഖലകളുണ്ടോ അവിടെയൊക്കെ നീ വെളിവാവുക. ഒരു ജനാസ സംസ്കരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അവിടെ നീ വെളിവാകുന്നവനാകും. മറ്റേതെങ്കിലും ഒരു നന്മയായ കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെയെല്ലാം നീ ഉണ്ടാവുക. അതൊക്കെ ലാഹിർ എന്ന ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളാണ്. അതേപോലെ തന്നെ നീ അള്ളാഹുവിൻ്റെ പ്രത്യക്ഷമായ ആയാത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ കുൻഹിൽ അഥവാ അള്ളാഹുവിൻ്റെ ഹഖീഖത്തിൽ അതിൽ നീ ചിന്തിക്കരുത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന രൂപത്തിൽ ചിന്തിക്കാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ, ഇവിടെ വെളിവായ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുന്നവനാവുക. ലാഹിർ എന്ന ഇസ്മിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അബൂ ഹഫ്സ് റളിയല്ലാഹു അൻഹു അബൂ ഉസ്മാൻ എന്ന് പറയുന്ന മഹാനോട് പറഞ്ഞ കാര്യം. നീ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടി, അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇരുന്നാൽ ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ ഖൽബിനോടാണ് നീ ഉപദേശം നടത്തേണ്ടത്, നിന്റെ ശരീരത്തോടാണ് നീ ഉപദേശം നടത്തേണ്ടത്. ജനങ്ങൾക്ക് ഉപദേശം നൽകാൻ വേണ്ടി എവിടെ നീ ഇരുന്നാലും ആദ്യം നീ ഉപദേശിക്കേണ്ടത് നിന്റെ ഹൃദയത്തെയും നിന്റെ ശരീരത്തെയുമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പലപ്പോഴും പലരിലുമുണ്ടാകുന്ന, അറിവ് പകർന്നു കൊടുക്കുന്ന പലരിലുമുണ്ടാകുന്ന വലിയൊരു ഭവിഷ്യത്ത്, ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടിയാൽ അവരിങ്ങനെ പറയും. ആളുകൾ ധാരാളം ഒരുമിച്ച് കൂടിയാൽ അവർ പറയുന്ന അറിവ് അത് കൂടുതൽ പറയുക. ആളുകൾ കുറവാണെങ്കിൽ അറിവ് പറയുന്നത് കുറക്കുക. ഈ രൂപത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകരുത്. ജനങ്ങൾ നിന്റെ മേൽ ഒരുമിച്ച് കൂടി എന്ന ആ ഒരു കാര്യം നിന്നെ വഞ്ചിതനാക്കരുത്. എപ്പോഴും നിന്നിലൊരു ബോധം വേണം, ജനങ്ങൾ നിന്റെ ലാഹിറാണ് വീക്ഷിക്കുന്നത്, പക്ഷേ നിന്റെ ബാത്തിന് വീക്ഷിക്കുന്ന ഏകനായ അള്ളാഹു ഉണ്ട് എന്ന
ആ ഒരു ബോധം നിന്നിൽ വേണം എന്ന് മഹത്തുക്കൾ പറയുന്നത് കാണാം. ഇനി ലാഹിർ എന്ന ഇസ്മിനെ കൂടുതലായി നമ്മൾ ചൊല്ലുമ്പോൾ, അതിൻ്റെ അഭിജദീയത്ത് കണക്ക് പ്രകാരമോ അതിലധികമോ ചൊല്ലുമ്പോൾ, തീർച്ചയായും അത് ചൊല്ലുന്ന ആളുടെ ഹൃദയത്തിൻ്റെ മേലിലും അവൻ്റെ കാലബിൻ്റെ മേലിലും, കൽബിൻ്റെയും കാലബിൻ്റെയും മേൽ, കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, കാലബ് എന്ന് പറഞ്ഞാൽ ആ ഹൃദയമുള്ള ശരീരം, ആ രണ്ടിൻ്റെ മേലിലും വിലായത്തിൻ്റെ പ്രകാശം വെളിവാകും എന്നാണ്. പ്രത്യേകിച്ച് സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയം, സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ആ ഒരു സമയത്തിലൊക്കെ ഈ മഹത്തരമായ ലാഹിർ എന്ന ഇസ്മിനെ ധാരാളം ചൊല്ലുമ്പോൾ തീർച്ചയായും വിലായത്തിൻ്റെ പ്രകാശം അവനിൽ വെളിവാകും. അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രകാശം വർദ്ധിക്കാൻ, കണ്ണിൻ്റെ രോഗങ്ങൾ മാറാൻ, നമുക്ക് അവ്യക്തമായി കിടക്കുന്ന, പിടുത്തം കിട്ടാതെ കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന പല വിഷയങ്ങളും നമുക്ക് വെളിവായി കിട്ടാനൊക്കെ തീർച്ചയായും ഈ ഇസ്മ സഹായകമാകും എന്നാണ്. അല്ലാഹു തആല ഈ മഹത്തായ ഇസ്മിനെ ധാരാളം ചൊല്ലി അതുമായി ബന്ധം പുലർത്തി സ്വഭാവം ശ്രദ്ധിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ.